ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. സംയുക്ത രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ വരുന്ന ഒരു വാർത്തയാണ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഹസൻ, ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 4 നില കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ദേശീയ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ നമുക്ക് നൽകുന്ന വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 4 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 4 നില കെട്ടിടമാണ് തകർന്നു വീണത്. 14ഓളം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന NDRFന്റെ റിപ്പോർട്ട് പ്രകാരം, അവരുടെ വിശദീകരണം പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതുമായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം ഉണ്ടായ കെട്ടിടമാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥ മാറ്റമുണ്ടായപ്പോൾ അപകടം സംഭവിച്ചതാകാം എന്നാണ് പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ മഴ പെയ്യുന്നതിനിടെ കെട്ടിടം തകർന്നു വീണ് ഡൽഹിയിൽ അപകടമുണ്ടായിരുന്നു. ഇതിപ്പോൾ മുസ്തഫാബാദ് മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. 4 പേർ ഈ അപകടത്തിൽ മരിച്ചതായും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുമാണ് റിപ്പോർട്ടുള്ളത്. 14ഓളം പേരെയാണ് ഇതുവരെ രക്ഷിക്കാനായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സേനകളുടെ നേതൃത്വത്തിലുള്ള സംയുക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ധാരാളം ആളുകൾ താമസിച്ചിരുന്ന ഒരു മേഖലയാണോ? എന്താണ് അത് സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്തഫാബാദ് നമുക്കറിയുന്ന പോലെ തന്നെ ജനവാസ മേഖല തന്നെയാണ്. അവിടെ ആളുകൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിന് സമാനമായ രീതിയിലുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 4 നില കെട്ടിടമാണ്, 4 നിലകളാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഓടി മാറുന്നതിനോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നതിനോ അല്ലെങ്കിൽ ഈ അപകടം നടക്കുന്നതിന് തിരിച്ചറിയുന്നതിനോ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. പലരും ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് അപ്പാർട്ട്മെൻ്റ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെയുള്ള ഉറക്കത്തിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും 4 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ 4 നില അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം തകർന്നു വീണു. അതിൻ്റെ വിവരങ്ങളാണ് ഗൗതം നൽകിയത്.